സമാധാനം ഇന്ത്യയുടെ പ്രഥമ വിഷയമാണ്. അതിനെ ഹനിക്കുന്ന യാതൊരു നടപടികളും സ്വീകരിക്കാൻ രാജ്യം തയ്യാറല്ല. ഇനി എന്തൊക്കെ വന്നാലും അതിനൊരു വിട്ടുവീഴ്ചയില്ല. എത്ര വലിയ സാമ്പത്തിക ശക്തിക്ക് മുന്നിലും സമാധാനം നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക തന്നെ രാജ്യം ചെയ്യും. കിഴക്കൻ ലഡാക്കിലെ ദീർഘകാല സൈനിക സംഘർഷം ശമിപ്പിക്കാൻ ഇന്ത്യയും ചൈനയും ധാരണയിലെത്തിയതിന് പിന്നാലെ ജമ്മു കാശ്മീരിലെ ഷക്സ്ഗാം താഴ്വരയെ ചുറ്റിപ്പറ്റി ഉയർന്നുവരുന്ന പുതിയ സംഘർഷ സൂചനകൾ മേഖലയിൽ വീണ്ടും അനിശ്ചിതത്വം സൃഷ്ടിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തവും ശക്തവുമാണ്. ചരിത്രപരമായും നിയമപരമായും ഷക്സ്ഗാം താഴ്വര ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമാണ്. അവിടെയുള്ള ഏതൊരു ഏകപക്ഷീയ മാറ്റവും ഇന്ത്യ അംഗീകരിക്കില്ല. ട്രാൻസ് കാരക്കോറം ട്രാക്ട് എന്നറിയപ്പെടുന്ന ഷക്സ്ഗാം താഴ്വര സിയാച്ചിൻ ഹിമാനിയുടെ വടക്കായി കാരക്കോറം പർവ്വതനിരകളുടെ ഹൃദയഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ചൈനയുടെ സിൻജിയാങ് മേഖലയെയും തെക്കും പടിഞ്ഞാറുമായി പാകിസ്ഥാൻ നിയന്ത്രിത ഗിൽഗിറ്റ് ബാൾട്ടിസ്ഥാനെയും അതിർത്തികളായി പങ്കിടുന്ന ഈ പ്രദേശം ഇന്ത്യയുടെ സുരക്ഷാ കണക്കുകൂട്ടലുകളിൽ അത്യന്തം നിർണായകമാണ്. സിയാച്ചിൻ മുതൽ കാരക്കോറം പാസ് വരെ നീളുന്ന ഭൗമ തന്ത്രപരമായ അക്ഷം ഇന്ത്യക്ക് പാകിസ്ഥാന്റെ സൈനിക നീക്കങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്താൻ സഹായിക്കുന്നത് പോലെ ചൈനയ്ക്ക് ഈ മേഖലയിലേക്ക് കടന്നു വരാനുള്ള നിർണായക തന്ത്രവാതിലുമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് നടക്കുന്ന ഏത് അടിസ്ഥാന സൗകര്യ നിർമ്മാണവും വെറും വികസന പദ്ധതിയായി കാണാൻ കഴിയില്ല. അവ ഓരോന്നും തന്നെ പ്രദേശത്തെ സുരക്ഷാ സമവാക്യങ്ങളെ നേരിട്ട് സ്വാധീനിക്കുന്ന തന്ത്രപരമായ നീക്കങ്ങളാണ്. ഇന്ത്യയുടെ വാദത്തിന്റെ കാതൽ 1963 പാകിസ്ഥാൻ ചൈന അതിർത്തി കരാറിലാണ്. 1947 ഒക്ടോബറിൽ ജമ്മു കാശ്മീർ ഇന്ത്യയോട് ചേർന്നതോടെ ഷക്സ്ഗാം താഴ്വര ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ നിയമപരമായി ഇന്ത്യയുടെ ഭാഗമായിരുന്നു. എന്നാൽ പാകിസ്ഥാൻ ബലപ്രയോഗത്തിലൂടെ ഈ പ്രദേശങ്ങളിൽ പിടിമുറുക്കി. തുടർന്ന് ഇന്ത്യയുടെ ആശങ്കകൾ പൂർണ്ണമായി അവഗണിച്ച് 1963 ചൈനയ്ക്ക് പ്രദേശം വിട്ടു നൽകുകയായിരുന്നു. ഇന്ത്യ ഈ കരാറിനെ തുടക്കം മുതൽ നിയമവിരുദ്ധവും അസാധുവുമാണെന്ന് പ്രഖ്യാപിച്ചു വരുന്നു. പരമാധികാരമില്ലാത്ത ഒരു രാജ്യം മൂന്നാമത്തെ രാജ്യത്തിന്റെ പ്രദേശം കൈമാറാൻ കഴിയില്ലെന്ന അന്താരാഷ്ട്ര നിയമ തത്വം ഇവിടെ ലംഘിക്കപ്പെടുന്നുവെന്നാണ് ന്യൂഡൽഹിയുടെ നിലപാട്. ഇതിനെ കൂടുതൽ ഗുരുതരമാക്കുന്ന ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയായ ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോറിന്റെ ഭാഗമായി ഷക്സ്ഗാം താഴ്വരയിൽ ചൈന നടത്തുന്ന റോഡ് നിർമ്മാണങ്ങളും അടിസ്ഥാന സൗകര്യ വികസനങ്ങളുമാണ്. എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാവുന്ന നീണ്ട റോഡുകൾ, ഗതാഗത ബന്ധങ്ങൾ, ലോജിസ്റ്റിക് സൗകര്യങ്ങൾ എന്നിവ ശുദ്ധമായ വികസന പ്രവർത്തനങ്ങൾക്കായി അവതരിപ്പിക്കപ്പെടുമ്പോഴും അവയുടെ സൈനിക തന്ത്രപരമായ പ്രത്യാഘാതങ്ങൾ ഇന്ത്യ അവഗണിക്കുന്നില്ല. പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലൂടെ കടന്നു പോകുന്ന ഒരു പദ്ധതിയെയും ഇന്ത്യ അംഗീകരിക്കില്ലെന്ന നിലപാട് വിദേശകാര്യ മന്ത്രാലയം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. ന്യൂഡൽഹി ചൂണ്ടിക്കാണിക്കുന്നതും അതാണ്. ജമ്മു കാശ്മീരും ലഡാക്കും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകങ്ങളാണെന്നത് സത്യമാണ്. ജമ്മു കാശ്മീരിനെയും ലഡാക്കിനെയും സംബന്ധിച്ച ഇന്ത്യയുടെ പരമാധികാരം ചർച്ചയ്ക്ക് അതീതമാണെന്ന് ഇന്ത്യ പലതവണ ചൈനയെയും പാകിസ്ഥാനെയും ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. 1963 കരാർ നിയമവിരുദ്ധമാണെന്ന നിലപാട് ഇന്ത്യൻ സൈനിക നേതൃത്വവും തുറന്നു പറയുമ്പോൾ മേഖലയിലെ ഏതൊരു ഏകപക്ഷീയ മാറ്റത്തെയും ഇന്ത്യ അംഗീകരിക്കില്ലെന്ന സന്ദേശം വ്യക്തമാണ്. ചൈനയുടെ ഭാഗത്തു നിന്ന് സ്വന്തം പ്രദേശത്ത് വികസനം നടത്താനുള്ള അവകാശവാദം എന്ന വാദം ഉയരുമ്പോഴും ഇന്ത്യ അതിനെ ശക്തമായി ചോദ്യം ചെയ്യുന്നുണ്ട്. തർക്കവിധേയമായ പ്രദേശത്ത് നിലവിലെ അവസ്ഥ മാറ്റുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര നിയമത്തിന്റെ ആത്മാവിനും അതിർത്തി ചർച്ചകളിലെ വിശ്വാസത്തിനും വിരുദ്ധമാണെന്ന് ന്യൂഡൽഹിയുടെ നിലപാട്. അതിർത്തി പ്രശ്നങ്ങൾ സമാധാനപരമായി പരിഹരിക്കണമെന്ന് ആവർത്തിച്ച പ്രഖ്യാപനങ്ങൾക്ക് വിരുദ്ധമായി നിലത്ത് യാഥാർത്ഥ്യങ്ങൾ മാറ്റാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന ആശങ്ക ഇന്ത്യ പങ്കുവയ്ക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ഷക്സ്ഗാം താഴ്വര വിഷയം ഇന്ത്യ ചൈന ബന്ധത്തിലെ മറ്റൊരു പരീക്ഷണമായി മാറുകയാണ്. ലഡാക്കിൽ സംഘർഷം കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുമ്പോൾ മറ്റൊരു മേഖലയിൽ ഉണ്ടാകുന്ന സമ്മർദ്ദം ഇരു രാജ്യങ്ങളുടെയും പരസ്പര വിശ്വാസത്തെ ദുർബലപ്പെടുത്തും. ഇന്ത്യയുടെ ആവശ്യം ലളിതവും സ്ഥിരവുമാണ്. ചരിത്രവും നിയമവും അംഗീകരിക്കുന്ന പരമാധികാരം മാനിക്കപ്പെടണം. തർക്കവിധേയമായ പ്രദേശങ്ങളിൽ ഏകപക്ഷീയമായ നടപടികൾ ഒഴിവാക്കണം. അതിർത്തി പ്രശ്നങ്ങൾ സംഭാഷണത്തിലൂടെയും നിലവിലെ കരാറുകളുടെ ആത്മാവനുസരിച്ചാണ് പരിഹരിക്കപ്പെടേണ്ടത്. അവസാനമായി ഷക്സ്ഗാം താഴ്വരയിലെ സംഭവവികാസങ്ങൾ ഇന്ത്യക്ക് വെറും ഭൂപ്രദേശ തർക്കമല്ല, അത് ദേശീയ സുരക്ഷയുടെയും അന്താരാഷ്ട്ര നിയമത്തിന്റെ വിശ്വാസ്യതയുടെയും വിഷയമാണ്. സ്വന്തം പരമാധികാരത്തെ സംരക്ഷിക്കാനുള്ള അവകാശത്തിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുന്നു. സമാധാനം ഇന്ത്യയുടെ പ്രഥമ ലക്ഷ്യമാണെങ്കിലും ആ സമാധാനം നിയമവിരുദ്ധ നടപടികളെ അംഗീകരിച്ചുകൊണ്ടാകരുതെന്നാണ് ഇന്ത്യയുടെ വ്യക്തമായ സന്ദേശം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.